കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമപഞ്ചായത്താണ് കാരോട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണ് ഭരണം കിട്ടിയതെങ്കിലും 3 വർഷം കഴിഞ്ഞപ്പോൾ LDF പിന്തുണയോടെ കോൺഗ്രസ് വിമതർ ഭരണം പിടിച്ചു. എന്നാൽ ഭരണം തീരാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ മറുകണ്ഠം ചാടിയ 5 പേരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. BJPക്ക് ഏറെ സ്വാധീനമുള്ള പഞ്ചായത്തിൽ ഇക്കുറി ത്രികോണ മത്സരമാണ് ഉറപ്പിക്കുന്നത്. നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കാരോട് ഗ്രാമപഞ്ചായത്ത് വർഷങ്ങളോളം ഈ പഞ്ചായത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പോലും ഏറ്റവും കൂടുതൽ കാലം ഇവിടെ ഭരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. 19 വാർഡുകളുള്ള കാരോട് ഗ്രാമപഞ്ചായത്ത് പുനർനിർണയത്തിലൂടെ 20ആയി ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ തട്ടകമായ പഞ്ചായത്തിൽ 2015 മുതൽ 5 വർഷക്കാലം ഒരേ ഒരു തവണ മാത്രമാണ് LDF ഭരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 10ഉം LDFന് 6ഉം BJPക്ക് 2ഉം ഒരു സ്വതന്ത്രനും എന്ന നിലയിലായിരുന്നു സീറ്റ് നില. 3 വർഷം കഴിഞ്ഞതോടെ 5 കോൺഗ്രസുകാർ മറുകണ്ഠം ചാടി LDFന്റെ പിന്തുണയോടെ ഭരണം പിടിച്ചു. കോൺഗ്രസ് വിമതൻ പഞ്ചായത്ത് പ്രസിഡന്റായി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാലാവധി കഴിയാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെ മറുകണ്ഠം ചാടിയ 5 പേരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയത്. ഇവർക്ക് 6 വർഷത്തേക്ക് ഇനി മത്സരിക്കാനാകില്ല. കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച ശേഷം കൂറുമാറി LDFനൊപ്പം ചേർന്ന് ഭരണസമിതിയെ അട്ടിമറിച്ചതിനാലാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടി വന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് തന്നെയാണ് കാരോട് ഗ്രാമപഞ്ചായത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ തീരാ ദുരിതം തന്നെയാണ്. ജലസ്രോതസ്സുകൾ പലതും തകർന്ന അവസ്ഥയിലാണ്. ഈ പനങ്കോട്ട് കുളം എന്ന് പറഞ്ഞാൽ ഒരു 5.5 ഏക്കർ കുളമാണ്. പക്ഷേ ഒരു 20 വർഷം കൊണ്ട് ഈ സ്റ്റാൻഡേർഡായിട്ട് കാട് കയറി ഇതിനകത്ത് മൊത്തം ഇഴജന്തുക്കളും പാമ്പുകളും കൊണ്ട് വളരെ നാട്ടുകാർക്ക് വളരെ മോശമായിട്ടുള്ള സ്ഥിതിയാണ്. ഈ പഞ്ചായത്തിലും സർക്കാരിലും എല്ലാം പല പ്രാവശ്യം നമ്മൾ നിവേദനം കൊടുത്തിട്ട് പോലും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായില്ല. ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചിട്ടും അവതാളത്തിലായ കുടിവെള്ള പദ്ധതിയും പൂർത്തിയാക്കാനാകാത്ത ലൈഫ് മിഷനിലെ വീടുകളുമാണ് CPMും BJPയും ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ത്രിതല സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക്, സാധാരണപ്പെട്ട ആളുകൾക്ക് വിവിധങ്ങളായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെതായ സഹായങ്ങൾ പഞ്ചായത്ത് വഴി ചെയ്യുന്നുണ്ട്. അത് വ്യക്തിഗതാനുകൾ പലതരത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈഫ് പദ്ധതി. കാരോട് പഞ്ചായത്തിലും അത്തരത്തിൽ വീടുകൾ നൽകേണ്ടതായിരുന്നു. പക്ഷേ ആകെ കൊടുത്തത് എഗ്രിമെൻ്റ് വെച്ചത് വെറും 92 വീടുകൾക്കാണ്. 3.5 വർഷക്കാലം നമ്മുടെ ഗ്രാമീണ റോഡുകൾ ഒന്നും തന്നെ ടാർ ചെയ്തിട്ടില്ല. ഈ പഞ്ചായത്തിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡുകൾ പണി ചെയ്ത് നോക്കി ഇത്രയും ഒരു ശോചനീയാവസ്ഥ വരില്ലായിരുന്നു. അതേസമയം തന്റെ ഭരണകാലത്ത് ലൈഫ് മിഷൻ വീടുകൾ ഉൾപ്പെടെ നടപ്പാക്കിയ പദ്ധതികൾ അക്കമിട്ട് നിരത്തുന്ന പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ്. അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കാരോട് പഞ്ചായത്തിൽ 20 വാർഡുകളാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വാർഡ് കൂടി നടക്കാൻ 20 വാർഡുകളാണുള്ളത്. ആ 20 വാർഡിൽ ബഹുഭൂരിപക്ഷം വാർഡും കാരോട് ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഇപ്രാവശ്യം 10, 17, 18 കൂടുതൽ വാർഡുകൾ കോൺഗ്രസ് നിലനിർത്തും. അതുകൊണ്ട് കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് CPMന്റെ വിവിധന്മാരുടെ ഭരണത്തിൽ നിന്ന് തിരിച്ചു പിടിക്കും. വേണ്ടത്ര സൗകര്യം പോലും ഇല്ലാത്ത സ്കൂളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും ഇക്കാലം അത്രയും ഉണ്ടായിരുന്ന ഭരണസമിതികളുടെ പരാജയമായി ഉയർത്തിക്കാട്ടുന്ന BJP തങ്ങൾ സ്വന്തം നിലയിൽ പഞ്ചായത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ നേട്ടമാകുമെന്ന കണക്കുകൂട്ടലിലാണ്. ജൽജീവൻ മിഷൻ്റെ റോഡുകൾ തിരിച്ച് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 3.25 വർഷം പിന്നിട്ടിട്ടും അതിൻ്റെ പകുതി പോലും ഇതുവരെയും ചെലവഴിച്ചിട്ടില്ല. കഴിഞ്ഞ 2 തവണയുള്ള റോഡ് ഫണ്ട് സ്പിൽ ഓവറായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നത്. ഐരക്കുളത്തിൻ്റെ ഒരു നവീകരണ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പൈസ തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഈ കുളം പൂർണ്ണമായി നവീകരിച്ചിട്ടുണ്ട്. 1,36 ലക്ഷം രൂപ ചെലവഴിച്ചു. കോൺഗ്രസും LDFും BJPയും കച്ചമുറുക്കി ഇറങ്ങുമ്പോൾ ഇക്കുറി തീപാറുന്ന പോരാട്ടത്തിനാകും കാരോട് ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുക. ക്യാമറാമാൻ സൽകുമാറിനൊപ്പം അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.